അതോടെ കണ്ണേട്ടൻ അവളെ ഞങ്ങളുടെ വീട്ടിൽ നിർത്തിയിട്ട് പോകുന്നു മുത്തശ്ശിക്ക് അറിയില്ലല്ലോ. എന്താടി നിനക്ക് കഴിക്കാൻ ഇത്ര പ്രയാസം? അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭക്ഷണമൊക്കെ മുന്നേ കൊണ്ട് വെക്കുമ്പോൾ വെട്ടി വിഴുങ്ങുന്നതാണല്ലോ. നീ എന്താ പോസ് കാണിക്കാണോടി? കഴിച്ചോളാം മുത്തശ്ശി. അവൾക്കേ ഇന്നൊന്നും ഇറങ്ങത്തില്ല മുത്തശ്ശി. അതെന്താ? കണ്ണന് കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇവളിവന്റെ ഭാര്യയായത്. ഇപ്പൊ പിന്നെ നിനക്കെന്താ പോരെന്ന് തോന്നിയോ? ആ, അങ്ങനെയുള്ള തോന്നലൊക്കെ ഉണ്ട്. കുടുംബത്തിന്ന് പോയിട്ട് കുടുംബത്തിൽ പറക്കാത്ത പെമ്പിള്ളേരെ പോലെ പെരുമാറിയാലുണ്ടല്ലോ, നിനക്ക് പിന്നെ കണ്ണന്റെ വീടും കാണത്തില്ല, സ്വന്തം വീടും കാണത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട, കഴിച്ചോ. അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി. ഇനിയിപ്പോ ഒരുത്തിക്ക് വേണ്ടി പണം ചെലവാക്കത്തില്ലല്ലോ കണ്ണൻ. കല്യാണത്തിന് വേണ്ടിട്ട് 100 പവനല്ലേ അങ്ങോട്ട് കൊണ്ടേ കൊടുത്തത്. അതൊക്കെ തിരിച്ചു വാങ്ങാൻ പറയണോ അമ്മ? എന്തായാലും അവര് പോയിട്ട് വരട്ടെ. കരുണമോളോട് പറഞ്ഞ് നമുക്കതൊക്കെ ചെയ്യിക്കാം. ആ സ്വർണം നിനക്ക് പ്രയോജനപ്പെടും മോളെ. അമ്മായി, എനിക്കിവിടെ ഒരു ചായ. നീ ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളോ? പറഞ്ഞ പോലെ ഇന്നലെ ഇവിടെ ഒരു വലിയ സംഭവം നടന്നിരുന്നു. അതൊന്നും മേക്കേട്ടൻ അറിഞ്ഞില്ലേ? എന്റെ മോളെ എങ്ങനെ അറിയാനാ? ഇന്നലെ മൂക്കുമുട്ട കുടിച്ചിട്ടാ ഇവൻ വന്നത്. അതുകൊണ്ട് ചത്തതുപോലെ കിടന്ന് ഉറങ്ങിക്കാണും. അമ്മായി, ഇന്നലെ എന്തു പറ്റി അമ്മായി? ആ, പറ്റിയതൊക്കെ ദേ ഇവള് പറഞ്ഞു തരും. ഞാൻ നിനക്ക് ചായ എടുക്കാം. മേക്കേട്ട, എന്താടി? ഇന്നലെ ഒരാളിവിടെ വന്നായിരുന്നു. എന്റെ ഏട്ടത്തി എന്ന് പറയുന്ന അവളെ കാണാൻ. ആരടി? വേറെ ആരാ? കണ്ണേട്ടന്റെ ഭാര്യയുടെ കാമുകൻ. അയ്യോ, കാമുകനോ? അതെ, ഇന്നലെ അവൾ ഒരുത്തനെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി. കൈയോടെ ഞങ്ങൾ പിടിക്കുകയും ചെയ്തു. ഞാൻ കല്യാണ ദിവസം നിന്നോട് പറഞ്ഞായിരുന്നല്ലോ, അവൾ ആളത്ര ശരിയല്ലെന്ന്. അതുകൊണ്ടിപ്പോ എന്താ, എല്ലാവരും കൂടെ പോയിരിക്കുക അവളെ കൊണ്ട് കളയാൻ. അല്ലമ്മായി, കണ്ണൻ അതിന് സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെ? എടാ, അവന്റെ കൺമുമ്പിലല്ലേ ഇതെല്ലാം നടന്നത്. കല്യാണത്തിന് 100 പവൻ അവൻ അവൾക്ക് വേണ്ടി കൊടുത്തല്ലോ. അതൊക്കെ ഇനി നിങ്ങളുടെ കല്യാണത്തിന് പ്രയോജനപ്പെടും. 101 പകരം 201 പവൻ തന്ന് ഇവളെ നിനക്കൊപ്പം പറഞ്ഞുവിടാൻ പറ്റുമെന്നാ ഞാൻ പറഞ്ഞത്. ഇവിടേക്ക് കണ്ണന്റെ ഭാര്യയായിട്ട് ഒരുത്തി വന്നു കഴിഞ്ഞ അവൾ ഈ തറവാട്ടിൽ അവകാശം സ്ഥാപിക്കുമെന്നായിരുന്നല്ലോ അമ്മയുടെ പേടി. അതിപ്പോ മാറി കിട്ടിയില്ലേ? ഇനി ഏതായാലും കണ്ണൻ ഒരു കല്യാണം ഉണ്ടാവില്ല. ഞാനൊട്ട് നിർബന്ധിക്കാനും പോകുന്നില്ല. എടാ, അല്ലെങ്കിൽ തന്നെ വീൽ ചെയറിന്റെ സഹായം ഇല്ലെങ്കിൽ എഴഞ്ഞു നടക്കുന്നവൻ എന്തിനാ കല്യാണം കഴിക്കുന്നേ? ആ, നിങ്ങൾ ചായ കുടിക്കേ. കഞ്ഞി കുടിച്ച് കഴിഞ്ഞോട്ടെന്ന് കരുതി അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പൊ അവളും അവളുടെ അമ്മയുടെ അതേ സ്വഭാവം തന്നെ അങ്ങ് പുറത്തെടുത്തു. ഉണ്ണിയുടെ അമ്മ ഈ വിവരം വിളിച്ച് എന്നോട് പറഞ്ഞപ്പോഴേ ഞാനാകെ വളരെ വെളുത്തു പോയി. എന്റെ കുഞ്ഞിന് അത്തരം ശീലങ്ങളൊന്നുമില്ല. അവളെ എനിക്കറിയാവുന്നതുപോലെ പ്രതാപേട്ടന് അറിയില്ലല്ലോ. മിണ്ടരുത്.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.